എല്ലാവർക്കും നമസ്കാരം. ആസാം റൈഫിൾസിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു റാലിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ്. സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 1 ഒക്ടോബർ മുതൽ ഇതിന്റെ റാലി കണ്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷ ഈ വരുന്ന ദിവസങ്ങളിൽ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നതാണ്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. വന്നിരിക്കുന്ന വേക്കൻസി 1425 വേക്കൻസിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ടെക്നിക്കൽ ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികയാണുള്ളത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിഡ്ജ് ആൻഡ് റോഡ് 17 വേക്കൻസി, സഫായി കർമചാരി 610 വേക്കൻസി, റിലീജിയസ് ടീച്ചർ 9 വേക്കൻസി, ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ 529 വേക്കൻസി, റേഡിയോ മെക്കാനിക് 62 വേക്കൻസി, ആർമർ 48 വേക്കൻസി, ലേബർ അസിസ്റ്റന്റ് 13 വേക്കൻസി, നേഴ്സിംഗ് അസിസ്റ്റന്റ് 12 വേക്കൻസി, വെറ്ററിനറി ഫീൽഡ് അസിസ്റ്റന്റ് 10 വേക്കൻസി, ആയ പാരാമെഡിക്കൽ 15 വേക്കൻസി, വാഷർമാൻ 100 വേക്കൻസി ആണ്. അങ്ങനെ ടോട്ടൽ 1425 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ 1 by 1 ആയിട്ട് നോക്കാം. ബ്രിഡ്ജ് ആൻഡ് റോഡിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത, കൂടാതെ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിലീജിയസ് ടീച്ചർ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സഫായി കർമചാരി 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ 10ാം ക്ലാസ്സിന് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത റേഡിയോ മെക്കാനിക്കാണ്. 10ാം ക്ലാസ്സിന് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ +2 പഠിച്ചിരിക്കണം. 50% മാർക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർമർ 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലബോറട്ടറി അസിസ്റ്റന്റ് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക് 10ാം ക്ലാസ്സിന് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ ITIയും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ 10ാം ക്ലാസ്സിന് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവേയർ ITI 10ാം ക്ലാസ്സിന് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ITIയുടെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടൺ എക്സാമിനേഷൻ, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത്. സ്കിൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റുകളിൽ മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ ജനറൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞ പോസ്റ്റുകളൊന്നും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. സോ ഇങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ തീർച്ചയായും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോയും കൂടെ ചെയ്യുന്നതാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ്. 1 ഒക്ടോബർ 2024 മുതൽ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആകുന്നതാണ്. അതിന് മുന്നേ ഇതിന്റെ അപേക്ഷ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകുന്നതുമാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി നേവി എയർഫോഴ്സ് SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.